ആലപ്പുഴ ജില്ല പകർച്ചവ്യാധി ഭീഷണി. ആറാട്ടുപുഴയ്ക്ക് പിന്നാലെ ചേർത്തല കോടന്തുരുത്തിലും ഒരു കുട്ടിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇൻഫ്ലുവൻസ ബാധിച്ച് ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കും. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ ആറാട്ടുപുഴയ്ക്ക് പിന്നാലെ ചേർത്തല കോടന്തുരുത്തിലും ഒരു കുട്ടിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആറാട്ടുപുഴയിൽ നേരത്തെ 5 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇവിടെ രോഗവ്യാപനം കുറഞ്ഞു വരുന്നതിനിടയിലാണ് മറ്റ് ഭാഗങ്ങളിലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. വയറിളക്കം, ഛർദി തുടങ്ങിയവയാണ് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണം. ജില്ലയിൽ ശനിയാഴ്ച 107 പേർ വയറിളക്കത്തിന് ചികിത്സ തേടി. ശുദ്ധമായ കുടിവെള്ളമില്ലാത്തതും മോശം ഭക്ഷണവുമാണ് രോഗവ്യാപനത്തിന് കാരണം. അതിനാൽ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം ഉൾപ്പെടെ നടക്കുന്നതിനാൽ പലപ്പോഴും കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാലിന്യം കുടിവെള്ളത്തിൽ കലരാനുള്ള സാധ്യത ഏറെയാണ്. ജില്ലയിൽ തിങ്കളാഴ്ച H1N1 ഉൾപ്പെടെയുള്ള ഇൻഫ്ലുവൻസ ബാധിച്ച് 10 പേർ ചികിത്സ തേടി. ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ചല്ല രോഗവ്യാപനം എന്നതാണ് ആശ്വാസം. ഈഡിസ് കൊതുക് പെരുകുന്ന ജില്ലയിൽ ഡെങ്കിപ്പനി സംശയത്തോടെ ചികിത്സ തേടുന്നവരുടെ എണ്ണവും ഉയരുന്നു. വെള്ളിയാഴ്ച 6 പേർ ചികിത്സ തേടിയപ്പോൾ ശനിയാഴ്ച 12ആയി അത് ഉയർന്നു. 2 പേർക്ക് ശനിയാഴ്ച മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 532 പേർ വൈറൽ പനിക്ക് ചികിത്സ തേടി. മഴ ശക്തിപ്പെടുന്നതോടെ പകർച്ചവ്യാധി വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നു.